രണ്ടാമത്തെ വിശേഷണം ഈ ഹദീസിൽ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചു കൊടുത്ത ഈ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടം നേടാൻ ആവശ്യമായിട്ടുള്ളത് ഗനിയാവുക എന്നുള്ളതാണ്. ഗിനയുണ്ടാവുക, ധന്യനാവുക, ജനങ്ങളിൽ നിന്ന് ആശ്രയിക്കാതെ, ജനങ്ങളോട് യാചിക്കാതെ, ജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാതെ, ജനങ്ങളുടെ മുമ്പിൽ തന്നെ നിന്ദ്യത കാണിക്കാതെ, അള്ളാഹുവിൽ ആശ്രയിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട് അവന്റെ ഖൽബ് ഗനിയാവുക. അവന്റെ കയ്യിൽ സമ്പത്തില്ല എങ്കിലും അവന്റെ ഖൽബിൽ ധന്യത ഉണ്ടാകുന്ന അവസ്ഥ, അതാണ് ഗിന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അവിടുന്ന് ഗിന എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കാണാം. ലൈസൽ ഗിന അൻ കസ്റത്തിൽ അറബ്, ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ വസ്തുക്കൾ ഉണ്ടായി എന്നുള്ളതല്ല ഗിന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്, എന്നാൽ ഒരാളുടെ ധന്യത എന്ന് പറഞ്ഞാൽ അവന്റെ സ്വന്തത്തിനുണ്ടാവുന്ന ആ ധന്യതയാണ്, അവന്റെ സ്വന്തത്തിനുണ്ടാവുന്ന ധന്യതയാണ്. സഹോദരങ്ങളെ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ധാരാളം സമ്പത്തും സൗകര്യം ലഭിച്ചിട്ടുള്ള ആളുകൾ പോലും അവർ അത് ഇനിയും വർദ്ധിക്കണമെന്നുള്ള നിലക്ക് അവർക്കുള്ളതിൽ തൃപ്തിപ്പെടാതെ ഇനിയും വർദ്ധിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന, അല്ലെങ്കിൽ തനിക്ക് ലഭിച്ചത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തിൽ ജീവിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ അവർ ദരിദ്രരാണ്. ഈ ചിന്തയിൽ ജീവിക്കുന്നതോടുകൂടി അവർക്ക് ലഭിച്ചിട്ടുള്ള അള്ളാഹുവിനോടുള്ള ഹക്ക് വീടാതെ അവർ ഒരുമിച്ച് കൂട്ടുന്ന സമ്പത്ത് അവർക്ക് ആസ്വദിക്കാനോ ഉപയോഗിക്കാനോ അവർക്ക് സാധിക്കുന്നില്ല. യഥാർത്ഥ ധന്യത എന്ന് പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ നഫ്സിന്, ഒരാളുടെ മനസ്സിന് കൊടുക്കുന്നതാണ്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കാണാം, വഇന്നമാ യഹ്സുലു ഗിന നഫ്സ് ബിഗിനൽ ഖൽബ്, ഒരാളുടെ മനസ്സിന് ധന്യത വേണമെങ്കിൽ, ഒരാൾക്ക് ധന്യനായിട്ടുള്ള അവസ്ഥ വേണമെങ്കിൽ അവന്റെ ഖൽബിന് ആ ധന്യത ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് അത് ഉണ്ടാവുക? ബിഅൻ യഫ്തഖറ ഇലാ റബ്ബിഹി ഫി ജമീഇ ഉമൂരിഹി, അവന്റെ എല്ലാ കാര്യത്തിലും, അവന്റെ ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിലും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാകുന്ന അവസ്ഥ. ഫയതഹഖഖു അന്നഹു അൽ-മുഅതി അൽ-മാനി', അള്ളാഹുവാണ് നൽകുന്നവൻ, അള്ളാഹുവാണ് തടയുന്നവൻ എന്ന ദൃഢമായ ബോധ്യം അവനുണ്ടാവുക എന്നുള്ളത്. ഫയർളബി ഖദാഇഹി, അള്ളാഹു വിധിക്കുന്നതിൽ അവൻ തൃപ്തിപ്പെടുക. അതുപോലെ തന്നെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ അള്ളാഹുവിന് നന്ദി കാണിക്കുക. അവന്റെ ദോഷങ്ങളിൽ, അവന് ബാധിക്കുന്ന ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹുവിലേക്ക് രക്ഷ തേടുക, അള്ളാഹുവിലേക്ക് ഓടിയെടുക്കുക എന്നുള്ളതാണ് ഒരാൾക്ക് ഗിനൽ ഖൽബ് ഉണ്ടാകാൻ ആവശ്യമായിട്ടുള്ളത്. അതിലൂടെ മാത്രമേ ഒരാൾ ധന്യനായി തീരുകയുള്ളൂ. ഇതാണ് രണ്ടാമത്തെ വിശേഷണം.